തുടർഭരണമുണ്ടാകും. താഴെത്തട്ടിലുള്ള ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഇക്കാര്യം മനസ്സിലായെന്ന് ജോസ് കെ മാണി. മധ്യ കേരളത്തിലടക്കം LDF മികച്ച വിജയം നേടും. പാലായിൽ ഉൾപ്പെടെ കേരള കോൺഗ്രസ് മികച്ച മുന്നേറ്റമുണ്ടാക്കും. ഇത്തവണ സഭയുടെ പിന്തുണ LDFിലുണ്ടായിരുന്നു. അവരുടെ പ്രശ്നങ്ങളിൽ LDF ഇടപെട്ട പോലെ മറ്റാരും ഇടപെട്ടിട്ടില്ല. LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി പാലായിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇലക്ഷൻ കഴിഞ്ഞു, ഇനി കുറച്ച് ദിവസം കാത്തിരിക്കുകയാണ്. ഏതൊക്കെയാലും ഇലക്ഷനിൽ നിന്ന് നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശം ഇടതുപക്ഷത്തിന് നല്ലൊരു മുൻതൂക്കം പാലാ നിയമസഭാ മണ്ഡലത്തിലുണ്ടാകും. അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. പോളിംഗ് ശതമാനവും ശരാശരി നമുക്കതാണ്ട് 70. ഇനി നമ്മൾ വീട്ടിൽ പോയി വോട്ട് ചെയ്ത ആളുകളുടെ കൂട്ടിക്കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു 2-3% കൂടെ ചിലപ്പോൾ കൂടിയേക്കാം. ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ല, റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ 78% എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും എഫക്റ്റീവായിട്ടുള്ള വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വോട്ടുകൾ ഏതാണ്ട് നല്ല ശതമാനം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ അതൊരു 90% ഇവിടെയുള്ള വോട്ടുകൾ. പല വോട്ടുകളും ഇപ്പോൾ വരാതെ നിൽക്കുന്നത് ചിലപ്പോൾ പുറത്തുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തുള്ളതായിരിക്കാം. അപ്പോൾ ആ എഫക്റ്റീവ് വോട്ടിൽ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകളെ ആണ് സർക്കാർ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേമ പെൻഷനായിട്ടും അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ പദ്ധതിയായിട്ടും സ്ത്രീ സുരക്ഷാ പദ്ധതിയായിട്ടും കണക്ട് വർക്ക് പദ്ധതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് യുവാക്കളെയും സ്ത്രീകളെയും പ്രായം ചെന്നവരെയും പാവപ്പെട്ടവരെയാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അവരുടെയാണ് കൂടുതൽ വോട്ടുകൾ ശതമാനം എടുത്ത് നോക്കുമ്പോഴും വന്നിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അത് പാലായിൽ മാത്രമല്ല, നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാകും, ഒരു തുടർഭരണത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇത് രണ്ടും പാലായിൽ കോട്ടയം ജില്ലയിൽ തന്നെ ബഹുഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇപ്രാവശ്യം ഈ ജില്ലയിൽ ഇടതുപക്ഷത്തിനുണ്ടാവും. പാറ പോലെ ഉറച്ചാണ് ഇപ്രാവശ്യം നമ്മുടെ സിമെൻറ്റ് പോലെ ആയിരുന്നു എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. അതിന് ഓരോ വോട്ട് പോലും മാറിപ്പോകില്ല. ഭൂരിപക്ഷം പ്രഡിക്റ്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല, അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അതൊക്കെ അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. തുടർഭരണം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ചില ജില്ലകളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ പുറകോട്ട് പോയേക്കാം ഇടതുപക്ഷം ചില സീറ്റുകൾ. പക്ഷെ അവിടെ പോലും നമ്മൾ മുന്നേറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അതല്ല, ഇപ്പോൾ ഉള്ളത് നമുക്ക് തലപ്പലം എന്നുള്ളത് മാത്രമല്ല, ഇപ്പം മലയോര പ്രദേശങ്ങൾ എവിടെയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തിലുള്ളതിനേക്കാൾ ഒരു പെർഫോമൻസ്, ബെറ്ററായിട്ടുള്ള പെർഫോമൻസ് ഇടതുപക്ഷം കാഴ്ചവെക്കും. യുവാക്കളുടെ ഒരു വോട്ടുകൾ ഞാൻ വിശ്വസിക്കുന്ന, പ്രത്യേകിച്ച് പാലാ മണ്ഡലവുമായി ബന്ധപ്പെട്ടത് ഞാൻ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ബൃഹത്തായ പദ്ധതികളെല്ലാം ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ വർത്തമാനകാലത്തിന് വേണ്ടി മാത്രമല്ല, ഭാവി തലമുറയ്ക്ക് വേണ്ടിയും ഭാവിയിൽ നമുക്ക് അതൊരു ഐക്യനായി എക്കാലവും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന അല്ലെ പ്രയോജനപ്പെടുത്തുന്ന ഒരു പദ്ധതികളായിട്ടാണ് നമ്മളിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതികൾ, അങ്ങനെ പല കാര്യങ്ങളും സ്ഥാപനങ്ങളൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ യുവാക്കളുടെ കൂടുതൽ വോട്ടുകൾ ഇടതുപക്ഷത്തിൽ ലഭിക്കുമെന്നും ഞാൻ കരുതുന്നു.